നമ്മുടെ ജീവിതത്തിൽ ഒരാൾ നമ്മോട് സഹായം ചോദിച്ചു വന്നാലോ നമുക്ക് കൊടുക്കാൻ മനസ്സ് വരുന്നില്ല, നമ്മുടെ മനസ്സ് അതിന് പ്രാപ്തരാകുന്നില്ല. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഇല്ല ഇല്ല എന്നുള്ള ഒരു വാക്കാണ് നമ്മുടെ വായിൽ നിന്ന് വരുന്നത്. മദ്രസക്ക് ചോദിച്ചാലോ, പള്ളിക്ക് ചോദിച്ചാലോ, പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ചോദിച്ചാലോ, അല്ലെങ്കിൽ ഒരു നന്മ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്ത് കാര്യത്തിൽ ചോദിച്ചാലും ഇല്ല ഇല്ല എന്നുള്ള വാക്കാണ് നമ്മൾ കൂടുതലായും പറയുന്നത്. എന്തേ കാരണം? നമ്മൾ ഇല്ല ഇല്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് നമുക്ക് ഒരുപാട് ആവശ്യമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നത് തീർന്നു പോകുമോ എന്നുള്ള ഭയം കൊണ്ട്, അല്ലെങ്കിൽ അത് നാളേക്ക് വേണ്ടതായ സാധനമല്ലേ എന്ന് കരുതിക്കൊണ്ട്. എന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഇല്ല എന്നുള്ളൊരു പദം ഉപയോഗിക്കാറില്ലായിരുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാം, മാ സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈഅൻ ഖത്ത് ഫഖാല ലാ. മുത്തായ തങ്ങളോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും, എന്ത് സഹായം ചോദിച്ചു കഴിഞ്ഞാലും ഹബീബായ തങ്ങൾ ഇല്ല എന്നുള്ള പദം ഉപയോഗിക്കാറില്ല. ഇല്ല എന്നുള്ള പദം ഹബീബായ തങ്ങൾ ഉപയോഗിക്കാറില്ല. എന്ത് സാധനമാണെങ്കിലും എന്താണെങ്കിലും നാളേക്ക് വെക്കാറില്ലായിരുന്നു. എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാം, ഇന്ന റജുലൻ സഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗനമൻ ബൈന ജബലൈനി. രണ്ട് പർവ്വതത്തിന്റെ ഇടയിലുള്ള ആടുകളെ ചോദിച്ചു. ഒരു വ്യക്തി അതാ ഹബീബായ തങ്ങൾ അടുത്തേക്ക് വന്നിട്ട് ഒരു മലകൾക്കിടയിലുള്ള ആടുകളെ ചോദിച്ചു. എന്നാൽ ഹബീബായ തങ്ങൾ ഇല്ല എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ കൊടുക്കുന്നില്ല എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ കുറച്ചു മാത്രമല്ല എന്നല്ല പറഞ്ഞത്. ഹബീബായ തങ്ങൾ ചെയ്തത് എന്തെന്നറിയുമോ? ഫഅതാഹു ഇയാഹു. ഹബീബായ തങ്ങൾക്ക് അതിനെ നൽകുകയാണോ? ഹബീബായ തങ്ങൾ ആ പറഞ്ഞ വ്യക്തി അതേപോലെ കൊടുക്കുകയാണ്. ആ വ്യക്തി ഏത് പ്രകാരമാണോ ഹബീബായ തങ്ങളോട് ചോദിച്ചത് അതേ പ്രകാരം കൊടുക്കുകയാണ്. എന്നിട്ട് എന്താ സംഭവിച്ചതെന്നറിയുമോ? ഫഅതാ ഖൗമുഹു ഫഖാല. ആ മനുഷ്യൻ എന്താ ചെയ്തതെന്നറിയുമോ? ആ സമൂഹത്തിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. എന്നിട്ട് പറയാണ്, ഖൗമി അസ്ലിമൂ, സമുദായമേ നിങ്ങൾ മുസ്ലിമാവുക, സമുദായമേ നിങ്ങൾ മുസ്ലിമാവുക എന്ന് ആ സമൂഹത്തോട് ആ പുരുഷനങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. ഹബീബായ തങ്ങൾ ചെയ്ത സഹായമാണോ? എന്ത് സഹായമാണോ ചോദിച്ചത് ആ സഹായം ചെയ്തു കൊടുത്തത് കൊണ്ടല്ലേ നമ്മൾ ഇന്ന് പേടിക്കുന്നത് എന്താണോ? കൊടുക്കാൻ പേടിക്കുന്നത് എന്താണ്? തീർന്നു പോകുമോ എന്നുള്ള ഭയം പേടിച്ചിട്ടല്ലേ? നാളേക്ക് വേണ്ടിയല്ലേ നമ്മൾ തയ്യാറാക്കി വെക്കുന്നത്? എന്റെ മുസ്ലിമീങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, നാളെ നമ്മൾ ഉണ്ടാകുമെന്നുള്ളതിൽ എന്താണ് നമുക്ക് സംശയം? ഫവല്ലാഹി ഇന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലയുതി അതാഅൻ മാ യഖാഫുൽ ഫഖർ. അല്ലാഹുവാണ് സത്യം, തീർച്ചയായും ഹബീബായ തങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടാത്ത ധർമ്മിഷ്ഠനാണ്. നാളേക്ക് എന്ത് എന്നത് അത് അള്ളാഹുവിന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമാണ്. നാളെ എന്നുള്ളത് അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. നമ്മൾ വിചാരിക്കുന്നതല്ലല്ലോ നാളെ നടക്കേണ്ടത്. നമ്മൾ ഇന്ന് സമ്പത്ത് കെട്ടിപ്പിടിച്ചാൽ, നാളേക്ക് നമ്മൾ സമ്പത്ത് കെട്ടിപ്പിടിച്ചാൽ നാളെ ഉണ്ടാകും എന്തെന്നാണ് ഇത്ര ഉറപ്പ്? നാളെ ഉണ്ടാകുമോ എന്ന് ഒരാൾക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നാളേക്ക് ഒന്നും നമ്മൾ ശേഖരിച്ച് വെക്കേണ്ടതില്ല. വഖാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖിറു ശൈഅൻ ലിഗദ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വസ്തുവും നാളേക്ക് ശേഖരിച്ച് വെച്ചിട്ടില്ല. ഹബീബായ തങ്ങൾ നാളേക്ക് എന്ന് പറഞ്ഞിട്ടൊരു വസ്തു വെച്ചിട്ടില്ല. അതിന്റെ കാരണമെന്നറിയുമോ? നാളെ നമ്മൾ ഉണ്ടാകും എന്നത് എന്താണ് ഇത്ര ഉറപ്പ്? നാളെ നമ്മൾ ഉണ്ടാകുമോ എന്നതിൽ എന്താണ് ഇത്ര ഉറപ്പ്? ആ മുത്തായ തങ്ങൾ അനുയായികളല്ലേ നമ്മൾ. അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ? അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടെങ്കിൽ നാളത്തേക്ക് ഒന്നും നമ്മൾ തയ്യാറാക്കി വെക്കുക
വെക്കേണ്ടതില്ല. നാളെ ഉണ്ടാകുമോ എന്നുള്ള ഉറപ്പും നമുക്കില്ല. ഒരു ദിവസം ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് ബഹ്റൈനിൽ നിന്ന് ഒരുപാട് സമ്പത്തുകൾ കൊണ്ടുവരപ്പെട്ടു, ധാരാളം സമ്പത്തുകൾ കൊണ്ടുവരപ്പെട്ടു. ഫഖാല ഉൻശുറൂഹു ഫിൽ മസ്ജിദി, ഹബീബായ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അതിനെ പള്ളിയിൽ കൂട്ടിവെക്കുക. ആ സമ്പത്തുകൾ എന്താണെന്നോ എത്രയുണ്ടെന്നോ ഒന്നും ചോദിക്കാതെ ആ സമ്പത്ത് മുഴുവനും പള്ളിയിലേക്ക് കൂട്ടിവെക്കാൻ പറയുകയാണ്. വഖാന അക്തറ മാലിൻ നൂതിയ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊണ്ടുവരപ്പെട്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സമ്പത്തുണ്ടായിരുന്നു, ധാരാളം സമ്പത്തുകൾ ഉണ്ടായിരുന്നു. ഇന്നോ നമുക്ക് ഒരാളൊരു പൈസ തരുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ധാരാളമാണെങ്കിലും പിന്നെയും നമ്മളത് കൂട്ടിവെക്കുകയാണ്. നമ്മൾ ഒരാളെയും സഹായിക്കാൻ നമ്മുടെ മനസ്സ് പാകപ്പെടുന്നില്ല. എന്നാൽ ഹബീബായ തങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് വരപ്പെട്ടു. അതോ സമ്പത്തുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വന്ന ഒരു സമ്പത്താണ്. ഹബീബായ തങ്ങൾ പറയുകയാണ്, അത് പള്ളിയിൽ കൊണ്ടുപോയി വെക്കാൻ പറയുകയാണ്. വഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല സ്വലാത്തി വലം യൽതഫിത ഇലൈഹി, അങ്ങനെ അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഹബീബായ തങ്ങൾ ആ സമ്പത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ നിസ്കാരത്തിലേക്ക് പുറപ്പെട്ടു. ആ കൊണ്ടുവന്ന സമ്പത്ത് എന്താണെന്നോ അല്ലെങ്കിൽ എത്രയുണ്ടെന്നോ ഒന്നും നോക്കാതെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിലേക്ക് പോവുകയാണ്. ഫലമ്മാ ഖദ സ്വലാത ജാഅ ഫജലസ ഇലൈഹി ഫമാ കാന യറാ അഹദൻ ഇല്ലാ അതാഹു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്പത്തിന്റെ അടുത്ത് ഇരിക്കുകയാണോ, അവിടെയുള്ള ഒരാളെയും അവന് സമ്പത്ത് നൽകിയിട്ടല്ലാതെ കാണപ്പെട്ടിട്ടില്ല. ആ പള്ളിക്ക് വന്നതായ നിസ്കാരത്തിന് വന്നതായ മുഴുവൻ ആളുകൾക്കും അതിൽ നിന്ന് ഹബീബായ തങ്ങൾ കൊടുക്കുകയാണ്. തങ്ങൾ എടുത്ത് വെച്ചിട്ടില്ല, തങ്ങൾ നാളേക്ക് വെച്ചിട്ടില്ല, ഒന്നും മാറ്റി വെച്ചിട്ടില്ല. നിസ്കരിക്കാൻ വന്ന മുഴുവൻ ആളുകൾക്കും അതിൽ നിന്നും കൊടുക്കുകയാണ്. ഫമാ ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസമ്മ മിൻഹാ ദിർഹം, അവിടെ ഒരു ദിർഹം ഉണ്ടായിരിക്കെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റിട്ടില്ല. ഒരു സമ്പത്ത് പോലും പള്ളിയിൽ വെച്ചിട്ടില്ല, ഒരു സമ്പത്തും വെച്ചിട്ടില്ല, എല്ലാം കൊടുക്കുക.